താനൂരിൽ നിന്ന് കാണാതായ കുട്ടികൾ സുരക്ഷിതരാണെന്ന ആശ്വാസത്തിലാണ് കുടുംബം. മകൾ മുടി സ്ട്രെയിറ്റനിങ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് തടസ്സം നിന്നതാകാം പോകാൻ കാരണമെന്ന് പെൺകുട്ടിയുടെ പിതാവ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഷഹദയുടെ പിതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു ആശങ്കകളൊക്കെ ഉണ്ടായിരുന്ന മണിക്കൂറുകളായിരുന്നു. എപ്പോഴാണത് അറിഞ്ഞത്? രാത്രി 2 മണിക്ക് തന്നെ DSPR വിളിച്ചിരുന്നു. അജയ് സാറൊക്കെ വിളിച്ചിരുന്നു. കുട്ടീനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാത്രി വീഡിയോ കോളിൽ സംസാരിച്ച് അവർ സുരക്ഷിതമാണെന്ന് അവർ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. എന്താണ് ഈ പോകാനുണ്ടായ ഒരു കാരണം എന്നത് സംബന്ധിച്ച് വല്ല ധാരണയുണ്ടോ? ഇല്ല അതൊന്നുമില്ല. ഇവിടുന്ന് എക്സാമിന് പോയതാണ് അവർ. ഈ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? പൊതുവിൽ എല്ലാവരും ചോദിക്കുന്നത് അതാണ്. ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? വീട്ടിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അവരിങ്ങനെ മുടി സ്ട്രെയിറ്റനിങ് ചെയ്യിക്കണതിലൊക്കെ നമ്മൾ സമ്മതം കൊടുക്കാറില്ല. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ആണ് ആഗ്രഹം. അപ്പോൾ അതിന് നമ്മൾ തടസ്സം നിന്നീന്ന്. ഇപ്പോൾ അവർ പോയിട്ട് ചെയ്തതോ അത് തന്നെയാണ്. മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്യിച്ചാണ്. ഈ ഇവർ ഫോണിൽ ബന്ധപ്പെട്ട റഹീം എന്ന് പറഞ്ഞത് നേരത്തെ ഇവർ പരിചയമുണ്ടോ? എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അവർ പോവാൻ അയാളാണ് സഹായിച്ചതെന്ന് പറഞ്ഞ് കോഴിക്കോട് നിന്ന് അവരെ വിളിച്ച് അവർ ഫോണിൽ 2 ഫോണിലൊക്കെ ഈ ഒരാളാണ് വിളിച്ചതെന്ന് പറഞ്ഞാണ് പോലീസുകാർ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അവർ നേരത്തെ എങ്ങനെയാണ് ഈ അന്വേഷണമായി ബന്ധപ്പെട്ടിട്ടൊക്കെ? അവർ നല്ല പ്രയത്നം ചെയ്യുന്നു. കേരള പോലീസിന് അഭിനന്ദനമാണ് പറഞ്ഞത്. കാരണം അവർ ഇന്നലെ ഞങ്ങൾ മിനിയാന്ന് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ തന്നെ അവർ അതിനുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ എല്ലാവരും DSPR ആണ് കേസ് ഏറ്റെടുത്തത്. പിന്നെ നമുക്ക് ഏറ്റെടുക്കാം, കുട്ടികളെ കണ്ടുപിടിച്ച് തരാമെന്ന് ഉറപ്പ് പറഞ്ഞ് അവർ പറഞ്ഞ ഒരു വാക്ക് അവർ നിറവേറ്റി. പിന്നെ എല്ലാവരും, എല്ലാ മലയാളികളും ചാനലുകാരും എല്ലാവരും ഒപ്പം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കുട്ടികളെ സുരക്ഷിതമായിട്ട് നമുക്ക് കിട്ടിയത്. അതിന് എല്ലാവരോടും നന്ദി പറയണം. വലിയൊരു ആശ്വാസത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം ഉള്ളത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം KT സാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.